ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊക്കെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കോഴിക്കോട് തന്നെ ഹാർബറിലോട്ട് ഞങ്ങൾക്ക് പോകാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ സച്ചൂട്ടി ഹാർബർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഒന്ന് ഹാർബർ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് ഹാർബറിലോട്ട്. അപ്പോൾ ബോട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഫിഷിങ്ങിൻ്റെ എന്താ പറയുക, ഇപ്പോൾ മീനൊക്കെ സ്റ്റോർ ചെയ്തൊക്കെ വെക്കില്ലേ, അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു വീഡിയോ എന്താ പറയുക നോക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ബൈ ഗൈസ്. വെച്ചിട്ട് മനസ്സിലായാലോ? സംഗതി സെറ്റായിട്ടുണ്ട് കേട്ടോ, അടിപൊളി സംഭവം. മീറ്റർ എവിടെ സ്റ്റോർ? ഇതിന്റെ ഉള്ളിലായിരിക്കും ആണോ? ഏറ്റവും അടിയിലാ? ആണോ? ഓ ഇറങ്ങാൻ നോക്കാം, എന്തായാലും നോക്കാം. വാ ഒന്ന് ജസ്റ്റ് നോക്കാലോ, ഇതിന്റെ ഉള്ളൊക്കെ നോക്കാലോ. സ്റ്റോർ അത് നിങ്ങൾ ഐസൊക്കെ സ്റ്റോർ ചെയ്യണ സ്ഥലമല്ലേ അല്ലേ? എടാ നോക്കിയാലോ വെച്ചിട്ട് സച്ചോട്ടി നിന്നെ ഞാൻ ഒരു ദിവസം കപ്പൽ മറ്റേ ഇവിടേക്ക് നടുകടലിലേക്ക് നിന്നെ കൊണ്ടുപോകും. ഞാൻ പിന്നെ കൂടെ പോട്ടെ. ഞാൻ ഒരു ദിവസം ആര് പറഞ്ഞു എന്നെ കൂട്ടിട്ട് പോകാനുണ്ട്, പക്ഷെ നീ ഒറ്റയ്ക്കാവും പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവൻ എന്നെ കൊണ്ടുപോകത്ത്. ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ എന്നെ കൊണ്ടുപോകും അല്ലേ? അതാണ് അവൻ എപ്പോഴും പറയും. ഇത് ബാറ്ററി മറ്റേ വോൾട്ടേജ് ഇല്ലേ നമ്മളെ, അത് 24 എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ? സെറ്റ് പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ചു. അത് മറ്റേതല്ലടാ മുത്തേ, വയർലെസ്. ഹലോ 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 ഹലോ. ഓണല്ല പേടിക്കണ്ട, ഓണല്ല. പോലീസുകാർക്ക് മനസ്സ് പോരുത്, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ സംഗതി. എന്തായാലും സെറ്റ്. ടിവിയും കൂടി വെച്ച് കഴിഞ്ഞാൽ കാലക്കും. എല്ലാരും ഫോണിലാണ് സിനിമ കാണുന്നത്. അതാണ് സംഭവം. നോക്കാം ഇനി അടുത്ത്. തച്ചിട്ട് എടാ മുത്തേ, നിങ്ങൾ ഇത്ര വലിയ ബോട്ടിലാ പോകുന്നുള്ളൂ ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അതിനെക്കാട്ട് ഇത് തന്നെയല്ലേ സത്യം. നിങ്ങൾ ഇതിൽ തന്നെയല്ലേ പോകുന്നില്ലേ? എന്റെ ഫോൺ ഇത്ര വലിപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ശരിക്ക് ഇവിടെ തന്നെ ആൾക്കാർ ഇവിടെ തന്നെ കിടക്കില്ലേ? ഇവിടെ തന്നെ കിടന്നു. വെള്ളം കള്ളി നമ്മള് മറ്റേ അവിടെ മോട്ടർ ഉണ്ടാവും, അത് ഓൺ ചെയ്തിട്ട് സംഗതി സെറ്റാണ് കേട്ടാ. എന്തായാലും കൊറേ പേര് അതിന്റെ ഉള്ളിൽ കിടക്കും, കൊറേ പേര് ഇവിടെ കിടക്കും അല്ലേ? ഒരു ആൾക്കാർ അതിനകത്ത് തന്നെ കിടക്കും. തണുപ്പ് കൊണ്ട് അവിടെ കിടക്കാൻ കഴിയില്ല. എത്ര പേര് പോകും? 12 പേര് ഇതിലുണ്ടാവും അല്ലേ? കുടിക്കാനുള്ള വെള്ളം അത് മതിയോ നിങ്ങക്ക്? അത് മതിയല്ലേ? ബാക്കി കുളിക്കാനൊക്കെ ഹാൻഡ് പൈപ്പ് ഇല്ലേ, വേറെ കാണിച്ചു അതില് വരില്ലേ? എത്ര ദിവസം 6 ദിവസത്തേക്ക് ഇത്ര വെള്ളം മതി? 6 ദിവസത്തേക്കല്ലേ നിങ്ങള്? മീൻ കിട്ടാത്തപ്പോ 6 ദിവസം വെക്കും, അല്ലെങ്കിൽ 2, 3, 4, 5 ദിവസം, മാക്സിമം 5 ദിവസം. അതിന് മീൻ കിട്ടാണ്ടപ്പോ 6 ദിവസം വരും. ഒരു മണിക്കൂർ 4 ലിറ്റർ ഡീസൽ അടിക്കും. എത്ര? 4000 ലിറ്റർ. 4 ലിറ്റർ 4 ലിറ്റർ ബൈക്കിന് തന്നെ വേണം. അത് സംഗതി സെറ്റായി. ഇതിലൂടെ കേട്ടോ ഇറങ്ങണത്. ആണ് എഞ്ചിൻ അല്ലേ? ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. മോട്ടർ എഞ്ചിൻ ഇതിങ്ങിട്ട് ഇറങ്ങിയാൽ അവിടെ കള്ളിയൊക്കെ വെള്ളത്തിന്റെ ഡീസലിലൊക്കെ കള്ളി. അപ്പൊ നിങ്ങള് മറ്റേ നിറയ്ക്കുമ്പോ സാധനം ഇതിൽ കൂടെ തന്നെ കൊണ്ടുപോയിട്ട് നിറയ്ക്കണം? അതാ ഓസ് ഇട്ടിട്ട് വെള്ളം അപ്പുറത്തെ
ശരി സംഗതി സെറ്റേ അല്ലേ സച്ചോട്ടെ? എന്തായാലും ഭയങ്കര സെറ്റപ്പ് തന്നെ അല്ലേ? ഇറങ്ങണത് ഇതിലൂടെ അല്ലേ? വല വെക്കുന്നത് എല്ലാത്തിനും ഓരോരോ കള്ളികളുണ്ട്. ഇത് വല റോപ്പും ഇല്ല എന്താ പറയാ, നമ്മളെ മീൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വാങ്ങി തിന്നുന്നല്ലേ. അത്രയും കഷ്ടപ്പാടുണ്ട് ഇതില്, അതറിയോ? നമ്മൾ ഈ കാണുന്നതല്ല, അതിന്റെ കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മൾ തിന്നണത്. 150 കിലോ. ഇതെങ്ങനെ ഇറക്കും? കപ്പിക്ക് വെച്ച് അങ്ങനെ ഇതാക്കി. സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇതെന്തിനാ ഇറക്കുന്നത്? ഇത് കൊള്ളിക്കുമ്പോ അത് കറങ്ങും. അപ്പൊ നമ്മള് വെല്ല ഇങ്ങനെ എടുക്കും. അപ്പൊ അങ്ങനെ പോകുന്നു. ഇതെന്തിനാ ഇറക്കുന്നത്? ഇത് ബോട്ട് വല താത്താൻ വേണ്ടി നമ്മള് കടലിലെ അടുത്തടുത്ത മീനുകളല്ലേ നമ്മള്. അവര് ഡീസല് വെക്കണേ അല്ലേ? അത് കഴിഞ്ഞു ഡീസൽ അടിക്കണുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് സെറ്റപ്പുകൾ. കണ്ട, നമ്മൾ ഫോട്ടോ എടുത്തിട്ടേ പോവുള്ളൂ, പേടിക്കണ്ട. അയ്യോ ഇത് തുറക്കണ്ട, എന്നാലേ എന്തോ ഒരു കഷ്ടപ്പാട്. എടാ എല്ലാവരും നിങ്ങൾ ഇതിൽ കൂടെ ഇറങ്ങും, എല്ലാരും ഇതിലൂടെ ഇറങ്ങും. ഐസ് ചെയ്യണതാ, ഐസ് സ്റ്റോർ ചെയ്യണത് അല്ലേ? എന്താ കയ്യില് ഉള്ളോ? ഇതിന്റെ ഇതില്ലേ, മറ്റേ സംഭവം ഇല്ലേ, അതാണ്. ഓ, ഇതിന്റെ ഉള്ളിലാണ് ഐസ് സ്റ്റോർ ചെയ്യണം കേട്ടാ. എങ്ങനെ ഇറങ്ങണത്? ഇതിലൂടെ തന്നെ ഇറങ്ങണല്ലേ? ഈ തിട്ടിലൂടെ തന്നെ ചവിട്ടി ഇറങ്ങണല്ലേ? അല്ല, ഇതൊക്കെ കാണുന്നത് ഇത് കണ്ടില്ലേ വളരെ മോശമാണ്. പിന്നെ റീലില് മറ്റേത് കാണുന്നല്ലേ, ഒറിജിനലായിട്ട് കാണും. ഒറിജിനലായിട്ട് നമുക്ക് ഇതൊക്കെ കണ്ടറിയണ്ട, പഠിക്കണ്ടെന്ന് എനിക്ക് ഇതച്ചോട്ടേ. വാ, ഇതിലൂടെ ഈ ചവിട്ടി ഇങ്ങനെ വന്നോ. വാ, മെല്ലെ ഇറങ്ങണേ, മെല്ലെ ഇറങ്ങും. ഇതിലൂടെ നല്ല കൂളിംഗ് ഉണ്ടാ. വാ 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 മെല്ലെ ഇറങ്ങിട്ടാ. ആ അതെ, ആ തിട്ടില് തിരക്കൊന്നുമില്ല, ബോട്ട് പോകുന്നില്ല. 2 ദിവസം ബോട്ട് പോകും. ഇതിനുള്ളിലോട്ട് ഐസ് ചെയ്യുന്ന കളിയാണ്. ഇതിനുള്ളിൽ തന്നെ കൂളിംഗ് ഉണ്ട്. അതിനുള്ളിൽ ഐസ് കയറ്റുമോ അറിയില്ല. ഇതൊക്കെ ഓരോ ടൈം ഇതിനകത്ത് നമ്മൾ അയില മീൻ കിളിമീനൊക്കെ ഇതിനകത്താണ് ഐസ്. ഓ, ഓരോ മീനും ഓരോ ഇതില് ഇട്ട് വെക്കില്ലേ? നമ്മൾ വേറെ തിരിച്ച് എടുക്കണം. അപ്പൊ ഇത്രയും ടൈപ്പ് മീൻ കിട്ടുന്ന ഇഷ്ടം പോലെ മീൻ കിട്ടും. നിങ്ങൾ രാവിലെ വന്നാണെങ്കിൽ നിങ്ങൾക്ക് സംഗതി സെറ്റാണ്. വെള്ളം ഉണ്ട് കേട്ടോ, നല്ല കൂളിംഗ് ഉണ്ട്. ഐസ് വേണ്ട, തുറക്കണ്ട. ഒന്നാവൂല. ഇത് നോക്ക്, മണാലി കിട്ടൂലേ? ഐസ് സ്റ്റോർ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഐസ്. സംഗതി സെറ്റാണ് കേട്ടാ. എങ്ങനെയുണ്ട് കണ്ടാ? ഇതിനുള്ളിൽ വരുമ്പോ തന്നെ കൂളിംഗ് കണ്ടാ? ഈ വെയിൽ കൊണ്ട് ഒന്നും മെൽറ്റ് ആവുക അങ്ങനെ ഒന്നുമില്ല. എന്താല്ലേ. ഇനി ഇതിന്നൊക്കെ കുറച്ച് കൊടുത്തിട്ട് ഓരോരോ കള്ളിയിൽ ഇട്ടിട്ട് അതിൽ മീൻ ഇട്ടിട്ട് അങ്ങനെ സെറ്റ് ആയിട്ട് പോകും അല്ലേ? ആ അതന്നെ. ഇതിന്റെ ചാവി മൊത്തം നിന്റെ ഏൽപ്പിക്ക. ആണോ? പോ, ഇറങ്ങാം. കുറച്ച് ഫോട്ടോസും അതെ, കുറച്ച് മെല്ലെ നോക്കിട്ടാ. അതാണ് ചേച്ചി സൂചിക്കുന്നവര് അത്ര എളുപ്പമല്ല. സൂചി വെക്കുന്നവര് അത്ര എളുപ്പമല്ല. സൂചി വെക്കുന്ന പോലെ എളുപ്പമല്ലാന്ന്. അന്ന് കേറോ അന്നേരം അറിയാം. അന്നേരം എല്ലാം ഐസ് പ്ലാന്റ് ഒന്ന് കൊണ്ടുവരാണല്ലേ? ഐസ് കണ്ട, അവിടെ ഐസ് ഫില്ല് ചെയ്യാനുണ്ട് ഗൈസ്. ഐസ്
ഐസ് ഓരോ കട്ടയാക്കിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് ആ മെഷീനിലിട്ടിട്ട് പൊടിച്ചിട്ട് നേരെ ആ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് അതാണ് അവിടെ ഒരു സാധനം കണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ ഇറക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഇവർ കടലിൽ പോകുമ്പോൾ എന്താ പറയുക മീനിന് സെറ്റാക്കി. അതാണ് സംഭവം. സംഭവം അല്ലേ? സംഗതി സെറ്റായി. ഇഷ്ടപ്പെട്ടില്ലേ? അതൊക്കെ അവിടെ ഓരോ ഇട്ട് കൊടുക്കണ്ടതാ. പേടിക്ക എന്താ പറ്റി? പേടിയാ? പോയി നോക്കി ഉണ്ടാവും അല്ലേ? വാ എന്നാ പോവാ. വാ പോയി നോക്കാം. വാ വാ. ഇതിലൂടെ കയറാനാ? ഐസ് കയറ്റണത് കാണാവാ. വാ നോക്കാവാ. വാടാ വാ. കാര്യം നോക്കി വാട്ടാ. വാ വാ. ഏതാ വീടല്ലേ? ഞങ്ങള് ജസ്റ്റ് ഒന്നും ഇവിടെ കാണാൻ വേണ്ട വന്ന്. വേണ്ട ഐസ് കയറ്റുന്നുണ്ടോ? അതാ ഫുള്ളായി. ഓ മതി. ഐസ് കണ്ട ഐസ് കയറ്റുന്നുണ്ട്. ഐസ് നിങ്ങൾ കഴിച്ചാ? ഭക്ഷണം കഴിച്ചില്ല? ഓ അടുത്ത ബോട്ട് ഇതിപ്പോ മറ്റേ കേറ്റതാണോ? മീനുണ്ടാവൂലേ? കാണാൻ പറ്റില്ലേ? ആണോ? ഇതിലാണ് കുക്ക് ചെയ്യണത് അല്ലേ? പരിപാടി നമ്മുടെ സാധനങ്ങൾ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഇതിലെല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ? അതെന്തായാലും അടിപൊളി. കത്തി ഓടാലി ഉള്ളിയൊക്കെ നോക്കുന്നത്. പോണ് ബോട്ട് നടുക്കടലിൽ പോട്ടാ. നടുക്കടലിൽ പോയിട്ട് മീൻ പിടിച്ചിട്ട് വരാം അല്ലേ? എങ്ങനെയുണ്ട് ബോട്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അതാണ്. അപ്പൊ ഹാർബറിലെ വിശേഷങ്ങളൊക്കെ അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോ നമുക്ക് ഇനി നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഞങ്ങളപ്പോ വൈൻഡപ്പ് ചെയ്യണം. എടാ മൊത്തേ ശരി പറ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കാണാം കേട്ടോ. ബൈ.